ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര കൈപ്പള്ളി തിരുവനന്തപുരം ബസ്സിലൊരു കോട്ടയം യാത്രയാണ്. ഞാൻ പൂഞ്ഞാറിൽ നിന്നാണ് ബസ്സിൽ കയറിയത്. 64 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. നമ്മൾ പോകുന്ന ബസ്സാണ് RSE 977, ഇരാറ്റുപേട്ട ഡിപ്പോയിലെ ബസ്സാണിത്. 10:30ക്കാണ് പൂഞ്ഞാറിൽ നിന്ന് ബസ് പുറപ്പെടുന്നത്. ഏകദേശം 4 മണി 4:30 ആകുമ്പോൾ തിരുവനന്തപുരം എത്തിച്ചേരും ബസ്. അത് ട്രാഫിക്കും ഇതൊക്കെ അനുസരിച്ചാണ്. സാധാരണ ഒരു 5 മണിക്കൂർ സമയം മതി. പക്ഷേ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂറൊക്കെ എടുക്കും. സാധാരണ നല്ല ബ്ലോക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ കറക്റ്റ് 5 മണിക്കൂർ മതി ഇരാറ്റുപേട്ടയിൽ നിന്ന് തിരുവനന്തപുരം വരെ ചെല്ലാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ യാത്ര ഈ KSRTC ബസ്സിലൊരു കോട്ടയം യാത്രയാണ്. പിന്നെ ഒരു കാര്യം, ഇതൊരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അത് കാരണം ലേഡീസിനൊന്നും ഫ്രീ ടിക്കറ്റ് ലഭ്യമല്ല. ഇതാണ് നമ്മുടെ ടിക്കറ്റ്, 64 രൂപയാണ്. അങ്ങനെ നമ്മുടെ ബസ് ഇരാറ്റുപേട്ട ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഇരാറ്റുപേട്ട ടൗണ്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് പുത്തൻപള്ളി. ഇരാറ്റുപേട്ടയിലെ ഒരു ഫേമസ് പള്ളിയാണ് മുത്തൻപള്ളി. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് PMC ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇരാറ്റുപേട്ടയിലെ ഒരു പ്രധാന ഹോസ്പിറ്റലാണ് PMC ഹോസ്പിറ്റൽ. ഈ ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് വിന്നർ ഹോട്ടൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ശരവണ ഹോട്ടൽ. ഇതാണ് പൊന്തനാട് സിൽക്സ്. ഇരാറ്റുപേട്ടയിലെ ഒരു പ്രധാന ഒരു തുണി കടയാണ്. അങ്ങനെ നമ്മൾ സെൻട്രൽ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് സെൻട്രൽ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലേക്കും പൂഞ്ഞാറിലേക്കും വാഗമണ്ണിലേക്കൊക്കെ നമുക്ക് ബസ് ലഭിക്കുന്നതാണ്. റോഡ് ലൈൻസ് ബസ്. ഇത് 3 ലെവലിലേക്ക് പോകുന്നൊരു ബസ്സാണ്. ഇതാണ് സെൻട്രൽ ജംഗ്ഷൻ. അങ്ങനെ നമ്മുടെ ബസ് KSRTC സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. നേരെ പോകുന്നതാണ് കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലിയൊക്കെ നേരെയാണ്. കുമളിയൊക്കെ നേരെ സ്ട്രൈറ്റ്. ഇതാണ് മീനച്ചിലാറിന് കുറുകെയുള്ള ഇരാറ്റുപേട്ടയിലെ പാലം. പാലം കഴിയുമ്പോൾ നമുക്ക് അരുവിത്രപ്പള്ളി കാണാൻ സാധിക്കും. ഇരാറ്റുപേട്ടയിലെ ഒരു ഫേമസ് ക്രിസ്ത്യൻ പള്ളിയാണ് അരുവിത്രപ്പള്ളി. ഈ വലതുവശത്തേക്ക് കൂടെ കിടക്കുന്ന റോഡിൽ കൂടെ പോകണമെങ്കിൽ നമുക്ക് സെൻറ്റ് ജോർജ് കോളേജിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇരാറ്റുപേട്ടയിലൊരു ഫേമസ് കോളേജാണ് സെൻറ്റ് ജോർജ് കോളേജ്. ഈ കാണുന്നതാണ് അരുവിത്രപ്പള്ളി. ഫേമസ് പള്ളിയാണ് അരുവിത്രപ്പള്ളി. നമ്മുടെ ബസ് ഇരാറ്റുപേട്ട KSRTC സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ജോർജിയൻ കോളേജ്, ഒരു പാരൽ കോളേജാണ്. നേരെ കിടക്കുന്ന വഴിയാണ് കാഞ്ഞിരപ്പള്ളി, എരുമേലി, മുണ്ടക്കയൊക്കെ പോകുന്ന റൂട്ട്. അങ്ങനെ നമ്മൾ KSRTC സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസ് നമുക്കിവിടെ നിന്ന് ലഭ്യമാണ്. ഇപ്പോൾ ഈ വന്ന സമയത്ത് തന്നെ ഒരു പാലക്കാട് പോകാൻ വേണ്ടി ഒരു ബസ് കിടപ്പുണ്ട്. പല ഭാഗങ്ങളിലേക്കും ബസ് നമുക്കിവിടെ നിന്ന് ലഭ്യമാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നമുക്കിവിടുന്ന് ബസ് ലഭ്യമാണ്. പിന്നെ ഉണ്ടായിരുന്നൊരു ബാംഗ്ലൂർ സർവീസാണ്. അതൊക്കെ വെട്ടിച്ചിരിക്കുക. അതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ബാംഗ്ലൂരൊക്കെ പോകാൻ ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എന്തിനാണെന്ന് നിർത്തിയെന്ന് മനസ്സിലാകുന്നില്ല. ബാംഗ്ലൂർ സർവീസ് നല്ലൊരു സർവീസാണ്. നമ്മുടെ ബസ് കോട്ടയം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇടതുവശത്ത് കാണുന്നതാണ് KSFE ഫെഡറൽ ബാങ്കൊക്കെ. പിന്നെ ഇടതുവശത്ത് കാണുന്ന വഴി കൂടെ നേരെ പോവുകയാണെങ്കിൽ കോടതി ചെല്ലും. ഇരാറ്റുപേട്ടയിലെ ഒരു പ്രമുഖ കോടതി അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു SBI. ഇവിടെ 2 SBI ഉണ്ട്. നമ്മൾ വീണ്ടും മീനച്ചിലാറിൻ്റെ പുറകെ കൂടെ പോവുകയാണ്. 2 പാലമാണ് ഇവിടെ ഇരാറ്റുപേട്ടയിലുണ്ട് മെയിനായിട്ടുള്ളത്. അങ്ങനെയാണ് ഈരാറ്റുപേട്ട എന്ന പേര് വന്നത്. ഈരാറുപേട്ട, അതാണ് ഇരാറ്റുപേട്ടയുടെ ഓൾഡ് നെയിം. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇരാറ്റുപേട്ടയിലെ ഒരു പഴയ ഒരു കെട്ടിടമായിരുന്നു. ഇത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നതാണ് ഇരാറ്റുപേട്ടയിലെ തെക്കലമ്മൻ അമ്പലം. നമ്മൾ അടുത്ത പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇതാണ് മുട്ടം ജംഗ്ഷൻ. ഈ ഇടതുവശത്തിൽ കൂടെ ഉള്ള റൂട്ടിലൂടെയാണ് തൊടുപുഴ, മുട്ടം, എറണാകുളമൊക്കെ പോകുന്നത്. നമുക്ക് 2 വഴി കൂടെ എറണാകുളം മെയിനായിട്ട് പോകുന്നത്. ഈ വഴി പാലാ വഴിയും പോകാം, ഒന്നാമത്തെ വഴി തൊടുപുഴ വഴിയും പോകാവുന്നതാണ്. ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, പക്ഷേ ആരും ഉപയോഗിക്കുന്നൊന്നും കാണുന്നില്ല, വെറുതെ വളർന്നു. അങ്ങനെ നമ്മുടെ ബസ് കോളേജ് പടിയിലെത്തിയിരിക്കുകയാണ്. ഈ KSRTCയുടെ ഫ്രണ്ടിൽ ഇരുന്നതുപോലെ പോകുമ്പോഴത്തേന് വണ്ടിയൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന കാണുന്നൊരു പ്രത്യേക ഒരു വൈബാണ്. നല്ല ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് പോകണം. ഏത്തക്കൊലയുമായിട്ട് പോകുന്നൊരു വണ്ടിയാണ് ഇത്. കേക്കയുടെ ഒരു പുട്ട് വണ്ടി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി പനക്കപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് പാലയ്ക്ക് 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഇല്ലിക്കല്ലിലേക്ക് 20 കിലോമീറ്ററാണ്. വലത്തോട്ട് കിടക്കുന്ന വഴിയിലൂടെ പോയാലാണ് ഇല്ലിക്കല്ലിലേക്ക് എത്തുന്നത്. ഇല്ലിക്കല്ലിലേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്. ഒന്ന് ഇരാറ്റുപേട്ട ടൗണിൽ വന്നിട്ട് തീക്കോയി ചെന്നിട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതാണ് ഒരു ഫേമസ് ആയിട്ടുള്ള വഴി. പിന്നെ ഒന്ന് ഈ വഴിയിലൂടെ പല വഴിയിലൂടെ നമുക്ക് ഇല്ലിക്കല്ല് പോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഭരണങ്ങാനം എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ഭരണങ്ങാനം. ആ ഭരണങ്ങാനത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് അൽഫോൻസമ്മയുടെ മ്യൂസിയം. ഈ വലതുവശത്ത് കാണുന്നതാണ് അൽഫോൻസമ്മയുടെ പള്ളി. ഇരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഒരു ഫേമസ് ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇടതുവശത്ത് തന്നെയാണ് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. വലതുവശത്താണ് ഭരണങ്ങാനം കോപ്പറേറ്റീവ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഭരണങ്ങാനത്തോട് വിട പറയുകയാണ്. ഇതാണ് ഭരണങ്ങാനത്ത് ഒരു ഫേമസ് ഹോസ്പിറ്റൽ. ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ ഇതാണ്. വാഴ ബസ് പൂഞ്ഞാറിലോട്ട് പോകുന്നൊരു ബസ്സാണ്. അങ്ങനെ നമ്മൾ പാലാ നഗരസഭയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം. ഇടതുവശത്തൊക്കെ നമുക്ക് ഒരുപാട് റംബുട്ടാൻ മരങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് പാലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ വലിയൊരു ടൗണാണ് പാല. ഡെയിലി വളർന്നുകൊണ്ടിരിക്കുന്നൊരു ടൗണാണ് പാല. വലതുവശത്താണ് KFC സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു പെട്രോൾ പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വലതുവശത്താണ് മഹാറാണി തിയേറ്റർ. പഴയ പാലയിലെ ഫേമസ് തിയേറ്ററാണ് മഹാറാണി തിയേറ്റർ, പക്ഷേ ഇപ്പോൾ പൂട്ടിപ്പോയി. വലതുവശത്താണ് ഈസി വേയും പുളിമോട്ടി സിൽക്സ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബസ് നമുക്ക് ലഭ്യമാണ്. ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഒക്കെ ബസ് ഇവിടുന്ന് ലഭ്യമാണ്. ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളും ഒക്കെ ഇവിടുന്ന് നമുക്ക് ലഭ്യമാണ്. കോട്ടയത്തിൻ്റെ ഒരു ഹബ്ബെന്ന് വേണം പറയാം പാലയിലേക്ക്. അങ്ങനെ നമ്മൾ പാല സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. നല്ല മനോഹരമായിട്ടാണ് ടൗണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പാലാ നഗരസഭയുടെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വണ്ടി മുത്തോലിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ആറ്റിയൂർ എന്ന് പറയുന്നത്. അടിപൊളി. ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായൊരു റൂട്ടാണ് ഈ റൂട്ട്. അടിപൊളി. നല്ല പച്ചപ്പൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. മനസ്സിനും കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല അടിപൊളി വൈബാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളത്. നല്ല പച്ചപ്പാണ്. മഴയത്തൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യണം. പൊളിയാണ്, അടിപൊളിയാണ്.
വലത് സൈഡിലാണ് ഇന്ത്യാർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. പാലയിലൊരു ഫേമസ് റബ്ബർ ഫാക്ടറിയാണ് ഇന്ത്യാർ ഫാക്ടറി. അങ്ങനെ നമ്മൾ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ബസ് കിടങ്ങൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് സിഗ്നൽ ഉള്ളത്. ഇവിടുന്ന് വലതുവശത്ത് കിടക്കുന്ന വഴി കൂടെ പോവുകയാണെങ്കിൽ മണർകാട് അയർക്കുന്നം വഴി കോട്ടയത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ്. കോട്ടയം ജില്ലയിലെ ഏക സിഗ്നലുള്ള സ്ഥലമാണ് കിടങ്ങൂർ. അങ്ങനെ കിടങ്ങൂരിനോട് നമ്മൾ വിട പറഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ്. മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയത്തുള്ളൊരു യാത്ര. ആ ഫ്രണ്ടിലിരുന്ന് യാത്ര ചെയ്യണം. ഒരു പ്രത്യേക വൈവാണ്. പ്രിയദർശിനി ബസ് വന്നോടെ ഈ സൂപ്പർ ഫാസ്റ്റിലും ഫാസ്റ്റ് പാസഞ്ചറിലൊക്കെ ആൾ തീരെ കുറവാണ്. അത് കാരണം നമുക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ചോടെ നല്ലതാണ്, പക്ഷേ ബസ്സുകാരെ സംബന്ധിച്ചോടെ നഷ്ടം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ഏറ്റുമാനൂർ സ്റ്റാൻഡിൽ കയറിയിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റാൻഡാണ് ഏറ്റുമാനൂർ സ്റ്റാൻഡ്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് കോട്ടയം. ഇതാണ് കാരിത്താസ് ഹോസ്പിറ്റൽ. കോട്ടയം ജില്ലയിലെ ഫേമസ് ഹോസ്പിറ്റലാണ് കാരിത്താസ്. നല്ല മഴയൊക്കെയാണ്.